Good morning, dear students. So, നമ്മളിപ്പം പ്രമാണം പരീക്ഷ സ്റ്റാർട്ട് ചെയ്തു. I think almost 4 classes we have done we have dealt the pramana or pariksha. By today's class, we are going to wind up this chapter, wind up this syllabus point, that is pramana or pariksha. So, നമ്മൾ പ്രമാണത്തിന്റെ പരീക്ഷയുടെ ഡെഫിനിഷൻ പഠിച്ചു. പരീക്ഷയുടെ ബുദ്ധ്യസ പരീക്ഷ അല്ലെങ്കിൽ പ്രമാണം പഠിച്ചു. യഥാർത്ഥ അനുഭവ പ്രമ തത്സാധനം ച പ്രമാണം. നമ്മൾ പ്രമാണത്തിന്റെ ഡെഫിനിഷൻ പഠിച്ചു. ദെൻ പ്രമാണത്തിന്റെ കമ്പണൻസ് പഠിച്ചു. അതാണ് പ്രമ, പ്രമേയ, പ്രമാദ. അതുപോലെ പ്രമാണങ്ങൾ കോമൺ ആയിട്ട് 4 പ്രമാണങ്ങളാണ് ആയുർവേദ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ 3ഓ 4ഓ അത് നമ്മൾ പഠിച്ചു. പ്രത്യക്ഷ അനുമാനം, ആപ്തദോഷം പ്ലസ് യുക്തി. ചരകൻ 4 പറഞ്ഞ യുക്തി. എന്യൂമറേഷൻ പഠിച്ചു. ഈ എന്യൂമറേഷന്റെ ഈ ഒരു പ്രമാണത്തിന്റെ ഡീറ്റെയിൽ ആണ്, ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ആണ് നമ്മൾ ഇനി അടുത്ത ക്ലാസ് തൊട്ടിട്ട് അല്ലെങ്കിൽ ഇനി വരുന്ന കമ്മിങ് ക്ലാസ്സസിൽ പദാർത്ഥ വിജ്ഞാനത്തിന്റെ സെക്കൻഡ് പേപ്പറിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മൊത്തമായിട്ട് പഠിക്കുന്ന ഈ പ്രമാണങ്ങളുടെ എലാബറേഷൻ ആണ്. പ്രമാണങ്ങളുടെ എന്താണ് പ്രമാണങ്ങൾ എന്നുള്ളതാണ് നമ്മൾ പഠിക്കുക. ഈ പ്രമാണം എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഈ പ്രമാണങ്ങളുടെ എന്യൂമറേഷനിൽ പ്രത്യക്ഷം എന്താണ്, അനുമാനം എന്താണ്, ആപ്തദോഷം എന്താണ്, യുക്തി എന്താണ്, ഉപമാനം എന്താണ്, അർത്ഥാപത്തി, സംഭവം, അഭാവം, അങ്ങനെയുള്ള സംഭവങ്ങളാണ് നമ്മൾ ഇനി ഫ്യൂച്ചർ ക്ലാസ്സസിൽ പഠിക്കാൻ പോകുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിത് വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്നത് നമ്മൾ എന്തിന് പ്രമാണം, എന്തിന് പരീക്ഷ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പഠിച്ചു. ഇനി അത് ആയുർവേദത്തിൽ എന്തിനാണ്, അല്ലെങ്കിൽ ഈ പരീക്ഷ പ്രമാണങ്ങൾ ആയുർവേദത്തിൽ അല്ലെങ്കിൽ മെഡിക്കൽ സയൻസിൽ എവിടെയൊക്കെ യൂസ് ചെയ്തിരിക്കുന്നു എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. സോ എനിക്ക് തോന്നുന്നു എൽസ മേഡം നിങ്ങൾക്ക് പദാർത്ഥ ഫസ്റ്റ് പാർട്ട് എടുക്കുന്ന സമയത്ത് ദർശനങ്ങൾ എന്ന് പറഞ്ഞൊരു സംഭവം അല്ലെങ്കിൽ ദർശനങ്ങളുടെ ഒരു ഇൻട്രൊഡക്ഷൻ എടുത്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. സോ ഞാൻ പറഞ്ഞു ദർശന എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഫിലോസഫി അല്ലെങ്കിൽ ഇന്ത്യൻ സ്കൂൾ ഓഫ് ഫിലോസഫി അല്ലെങ്കിൽ ഇന്ത്യൻ മെത്തേഡ് ഓഫ് നോളജ് ടേക്കിംഗ്, അതാണ് ഇന്ത്യൻ ഫിലോസഫി എന്ന് പറയുന്നത്. ഇന്ത്യൻ സ്കൂൾ ഓഫ് ഫിലോസഫി ഇന്ത്യയിലെ ഒരു പ്രത്യേക, അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ ഈ ആയുർവേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു മോഡേൺ സയൻസോ അല്ലെങ്കിൽ ഫിസിക്സോ കെമിസ്ട്രിയോ പഠിക്കുന്ന സമയത്ത് നമ്മൾ ടെക്സ്റ്റിലെ കാര്യങ്ങൾ പഠിക്കുന്നു, നോക്കുന്നു, ഇതാണ് സംഭവം, സെൽ, ഇറ്റ്സ് എ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്, അത് നമ്മൾ പഠിക്കുന്നു, നമ്മൾ ബൈഹാർട്ട് ചെയ്യുന്നു, നമ്മൾ അങ്ങനെയാണ് പഠിക്കുന്നത്. പക്ഷേ ആയുർവേദം പഠിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു കൾച്ചർ നമ്മൾ പഠിക്കണം. ഇപ്പം നമ്മൾ സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ റോമിലെ സംസ്കാരം, ഗ്രീക്ക് സംസ്കാരം, ലാറ്റിൻ സംസ്കാരം, ഇതൊക്കെ നമ്മൾ സോഷ്യൽ സയൻസിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പം നമുക്ക് അതിന് ആവശ്യമൊന്നുമില്ല. എന്നാൽ നമുക്കൊരു എന്താ പറയുക, കുറച്ചൊരു ഐഡിയ ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. സോ ഇന്ത്യൻ മെത്തേഡ് ഓഫ് അല്ലെങ്കിൽ ഇന്ത്യയിലെ സംസ്കാരത്തിന്റെ പ്രകാരം, ഇന്ത്യയുടെ കൾച്ചറിന്റെ പ്രകാരം വി ഹാവ് അവർ ഓൺ മെത്തേഡ് ഓഫ് നോയിങ് ഓർ ഗെറ്റിംഗ് ദ നോളജ്. നമുക്ക് നമ്മുടെ രീതിയുണ്ട് നോളജ് കിട്ടാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെയുള്ള സമയത്താണ് ഇന്ത്യൻ സ്കൂൾ ഓഫ് ഫിലോസഫി എങ്ങനെ നമുക്ക് നോളജ് കിട്ടാം എന്നുള്ള കുറേ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ പഠിച്ചു. നിങ്ങളത് പ്രമാണങ്ങളുടെ ദർശനങ്ങൾ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ അങ്ങോട്ട് പോകാത്തത്, പിന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും. സോ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇത്രയും നേരം പ്രമാണത്തിൻ്റെയോ അല്ലെങ്കിൽ പരീക്ഷയുടെ ഒക്കെ നമ്മൾ പഠിച്ച ഡെഫിനിഷനൊക്കെ പലതും ഇന്ത്യൻ ഫിലോസഫീൻ്റെ ബേസിലായിരുന്നു. പക്ഷെ നമ്മൾ ആയുർവേദം അല്ലെങ്കിൽ ആ സമയത്ത് ഇന്ത്യൻ സ്കൂൾ ഓഫ് ഫിലോസഫി ഉള്ള സമയത്ത് തന്നെ ഈ ദർശനങ്ങളുള്ള സമയത്ത് ആയുർവേദം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആയുർവേദം വളർന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഒരു ഗ്രോത്തുള്ള ഒരു നാച്ചുറൽ ആയിരുന്നു, അല്ലെങ്കിൽ ഗ്രോത്തുള്ള ഒരു പീരീഡ് ആയിരുന്നു, ഒരു ഗ്രോത്ത് പീരീഡ് ആയിരുന്നു ആ സമയത്ത് ആയുർവേദം. അപ്പൊ ആയുർവേദക്കാർ എന്താ ചെയ്യുന്നത്, നമ്മൾ അന്നത്തെ ആചാര്യന്മാർ, സോക്കോൾഡ് സയന്റിസ്റ്റുകൾ, ചരകനും സുശ്രുതനും വാക്പടനം പോലുള്ള ആൾക്കാർ, നമ്മൾ എന്തിനാണ് വെറുതെ വി ഡോണ്ട് വാണ്ട് ടു get the knowledge, or നമ്മുടെ aim is to get the knowledge എന്നല്ല. Our aim is to what? To give the treatment to patient or to treat the patient, to cure the disease. അതാണ് നമ്മുടെ aim എന്ന് അവർക്ക് അറിയുന്നു. സോ അവരെന്ത് ചെയ്തു, ഈ ദർശനങ്ങളിൽ നിന്ന് ഇന്ത്യൻ ഫിലോസഫിയിൽ നിന്ന് നമുക്ക് എന്താണോ വേണ്ടത്, മെഡിക്കൽ സ്കൂളിലേക്ക് എന്തൊക്കെയാണോ വേണ്ടത്, അത് മാത്രം അവർ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. അത് മാത്രം ഇന്ത്യൻ സ്കൂൾ ഓഫ് ഫിലോസഫിയിൽ ഹൗ ടു ഗെറ്റ് എ നോളജ് എന്നുള്ള ആ സംഭവത്തിൽ നിന്ന് ആ നോളജിനെടുത്തിട്ട് ഹൗ ടു ഗിവ് the best treatment to the patient, ആ ഒരു കൺസെപ്റ്റ്, ഈ ഒരു ഇന്ത്യൻ സ്കൂൾ ഓഫ് ഫിലോസഫിയിൽ നിന്ന് എനിക്ക് എന്ത് ഗുണമുണ്ടാവും, മെഡിക്കൽ സിസ്റ്റത്തിലേക്ക് എന്ത് ഗുണമുണ്ടാവും എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് അന്ന് നമ്മുടെ സോക്കോൾഡ് സയന്റിസ്റ്റുകളായിട്ടുള്ള സുശ്രുതനും വാക്പടനും ചരനൊക്കെ എടുത്തിട്ടുള്ളൂ. അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും അവർ എടുത്തിട്ടില്ല. ഇന്ത്യൻ സ്കൂൾ ഓഫ് ഫിലോസഫി നമുക്ക് എന്താണ് വേണ്ടത് അത് നമ്മൾ എടുത്തിരിക്കുന്നു. എന്താണ് നമുക്ക്, ഇവൻ ഇഫ് യു സ്റ്റഡിങ് പ്രമാണ, പ്രമേയ, എവറിത്തിങ്, after all, everything, anatomy, physiology, anything you are going to study, after finally what you want to do means you have to treat the patient. You have to treat the patient successfully. You want to become a successful Ayurvedic physician. So ഇതാണ് നിങ്ങളുടെ എയിം. അത് ഞാൻ ഓർക്കും നമ്മുടെ എയിം അതാണ്, നമ്മൾ മെഡിസിൻ കൊടുക്കുന്ന പേഷ്യൻ്റ് അസുഖം മാറും. സോ ഇത്രയും നേരം പഠിച്ച പരീക്ഷാ പ്രമാണങ്ങളിൽ എങ്ങനെയാണ് ആയുർവേദത്തിൽ യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം.
ഫസ്റ്റ് തന്നെ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു കാണും. വിനീത് സർ അഷ്ടാംകൃതി എടുത്ത സമയത്ത് നിങ്ങൾ പഠിച്ചു കാണും. ദർശന സ്പർശ പ്രശ്നെ പരീക്ഷയിച്ച രോഗിണ രോഗനിദാന പ്രാഗ്രൂപം ലക്ഷണ ഉപശയ ആപ്തിഭിഹി. ഈ ശ്ലോകം നിങ്ങൾ പഠിച്ചാണ്. ദർശന സ്പർശന പ്രശ്നെ ഇപ്പൊ നിങ്ങൾക്ക് റെഫറൻസ് മനസ്സിലായോ? നമ്മൾ നേരത്തെ പഠിക്കുന്ന സമയത്ത് എഴുതിയില്ലേ, അഷ്ടാംകൃതം സൂത്രം ഫസ്റ്റ് ചാപ്റ്റർ, ഇതാണ് റെഫറൻസ്. ഏതൊരു ശ്ലോകം എഴുതുമ്പോൾ എക്സാമിനേഷനിൽ നിങ്ങൾ റെഫറൻസ് എഴുതിക്കണം. നിങ്ങൾ റെഫറൻസ് എഴുതാൻ നിങ്ങൾ ബ്ലാങ്ക് ആയിട്ട് ശ്ലോകങ്ങൾ ഒരിക്കലും വിടാൻ പാടില്ല. ഇഫ് യു ഗിവിംഗ് ഓർ ഇഫ് യു പുട്ടിംഗ് റെഫറൻസ്, ദാറ്റ് മീൻസ് ഇറ്റ്സ് gives a best impression, a good better impression to the exam paper or your answer paper as well as in the mind of the examiner, those who are evaluating your exam paper. So ആരാണോ നിങ്ങൾ എക്സാം പേപ്പർ വാല്യൂവേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എക്സാം ഒരു പേപ്പർ നോക്കുന്ന സമയത്ത് ദാറ്റ് വിൽ ഗിവ് എ ബെസ്റ്റ് ഇംപ്രഷൻ ടു ദി യുവർ പേപ്പർ. സോ എന്താണ് നമുക്ക് നോക്കാം. നമുക്ക് ആയുർവേദത്തിൽ ഈ പരീക്ഷ എന്ന് പറയുന്ന സംഭവം, പരീക്ഷ റിവേഡ് കണ്ടോ, നിങ്ങൾ ഓൾറെഡി പഠിച്ച അഷ്ടാംഗ സൂത്രസ്ഥാനം ഫസ്റ്റ് ചാപ്റ്ററിൽ. സോ നമുക്ക് ദർശന സ്പർശന പ്രശ്നെ പരീക്ഷിച്ച രോഗിനാം, രോഗിയെ നമുക്ക് എങ്ങനെയൊക്കെ പരീക്ഷിക്കാം, ടെസ്റ്റ് ചെയ്യാം, എക്സാമിൻ ചെയ്യാം എന്നുള്ളത്. ദർശന സ്പർശന പ്രശ്നം. ദർശന മീൻസ് കണ്ടിട്ട്, സ്പർശന മീൻസ് ചോദിച്ചിട്ട്, പ്രശ്ന മീൻസ് സ്പർശന മീൻസ് ടച്ച് ചെയ്തിട്ട്, പ്രശ്ന മീൻസ് ചോദിച്ചിട്ട്. സോ ദർശന, നമ്മളൊരു പേഷ്യന്റ്, ഒരു പനിയുടെ പേഷ്യന്റ് വന്നു, നമ്മൾ അങ്ങനെ നോക്കുന്നു. പേഷ്യന്റ് നോക്കുന്ന സമയത്ത് നമുക്കറിയാം പേഷ്യന്റ് വളരെ വീക്കായി ഉണ്ടാവും. അപ്പൊ നമുക്ക് തോന്നും പേഷ്യന്റ് എന്തോ കുഴപ്പമുണ്ട്, ഇങ്ങനെ ഗ്ലൂമി ആയിരിക്കുന്നതാണ്. ദെൻ നമ്മൾ സ്പർശനം ടച്ച് ചെയ്ത് നോക്കുന്നു, ടെമ്പറേച്ചർ കൂടിയിട്ടുണ്ട്. പിന്നെ പേഷ്യന്റ് നമ്മൾ ചോദിക്കുകയാണ് എന്താണ് സംഭവം. ഇങ്ങനെയാണ് നമ്മൾ ഒരു രോഗിയെ പരീക്ഷിക്കുക, രോഗി പരീക്ഷ. സോ പരീക്ഷയുടെ ഫസ്റ്റ് ആണ് നമ്മൾ എഴുതേണ്ടത് രോഗി പരീക്ഷ. രോഗി പരീക്ഷ, അതാണ് ഈ ഫസ്റ്റ് ലൈൻ ശ്ലോക. So importance of pariksha in the Ayurveda. So you have to write first, this one is yogi pariksha, that is darshana prashna prashne parikshecha yogina. Yogi, how to examine a patient, that means first you have to observe darshana, you have to look the patient and you have to understand. And second sparshana, you have to touch it, you have to feel it. Prashna, you have to ask it. നമ്മൾ interview you have to ask it and you will get the exact complaints. So അതാണ് രോഗി. Then second one, ഈ ശ്ലോകം രോഗനിദാന പ്രാഗ്രൂപം ലക്ഷണ ഉപശയാപ്തിഭിഹി, ഇത് നിങ്ങൾ പഠിച്ചു കാണും. സോ ഇതിലാണ് നമ്മൾ പറയുന്നത് രോഗ പരീക്ഷ. രോഗ, ഫസ്റ്റ് വൺ ഈസ് രോഗി, സെക്കൻഡ് വൺ ഈസ് രോഗ, സെക്കൻഡ് വൺ ഈസ് രോഗ. ഈ രോഗത്തിന് എങ്ങനെയൊക്കെ നമുക്ക് എക്സാമിൻ ചെയ്യുന്നത്. രോഗം നിദാന പ്രാഗ്രൂപം ലക്ഷണ ഉപശയാപ്തിഭിഹി. രോഗം നിദാന പ്രാഗ്രൂപം ലക്ഷണ ഉപശയാപ്തിഭിഹി. That means there are 5 types of we can examine a roga. അതൊക്കെയാണ്. നിദാനം, നിദാനം means causative factors. പ്രാഗ്രൂപം means അല്ലെ പൂർവരൂപം means എന്താ പറയാ, പൂർവരൂപം primordial symptoms. ലക്ഷണ means ലക്ഷണ symptoms. ഉപശയ trial medication. ആപ്തിഭിഹി സംപ്രാപ്തി pathogenesis. ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാൻ പറ്റും. സോ ഒരു COVID-19 എന്ന് പറഞ്ഞൊരു അസുഖം ഇപ്പൊ നമുക്ക് കോമൺ ആയിട്ട് അറിയാം. അപ്പോൾ അതിന് നിദാനം കോസറ്റീവ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? കോസറ്റീവ് ഫാക്ടർ എന്ന് വെച്ചാൽ കൊറോണ വൈറസ് ഉള്ള അല്ലെങ്കിൽ നമുക്ക് അതുമായിട്ട് കോണ്ടാക്ട് വരിക എന്നുള്ളതാണ് നമ്മുടെ ഒരു കോസറ്റീവ് ഫാക്ടർ. നമുക്ക് എങ്ങനെയാണ് COVID-19 വരിക? നമ്മൾ COVID-19 വന്ന ഒരാളായിട്ട് കോണ്ടാക്ട് ഉള്ള സമയത്ത് അതിന്റെ പോസിറ്റീവ് ഫാക്ടർ എന്താണ്? കൊറോണ വൈറസ് ഉള്ള ഒരാളുമായിട്ട് നമ്മളെ കോണ്ടാക്ട് വെക്കുന്നതാണ് അതിന്റെ പോസിറ്റീവ് ഫാക്ടർ. ഫോർ എക്സാമ്പിൾ വേറെ പനി വരുന്നു, പനിയുടെ പോസിറ്റീവ് ഫാക്ടർ എന്താണ്? നിങ്ങൾ ആലോചിക്കൂ, നിങ്ങൾ നല്ലൊരു ഹെവി മീൽ 2 ബിരിയാണിയൊക്കെ കഴിച്ചു, അതിൻ്റെ മേലെ ഒരു 3-4 ഐസ്ക്രീം കഴിച്ചു, ഒരു കല്യാണം വീട്ടിൽ പോയ സമയത്ത് അതിൻ്റെ മേലെ നിങ്ങളൊരു 3 ജിലേബി കഴിച്ചു, അതിൻ്റെ മേലെ ഒരു 2
ലഡു കഴിച്ചു, അതിനുശേഷം പുഡിങ് കഴിച്ചു, ഇങ്ങനെ അവസ്ഥ നിങ്ങൾ വീട്ടിൽ പോന്നു കിടന്നുറങ്ങുന്നു, അന്ന് വൈകുന്നേരം നിങ്ങൾക്ക് ചെറുങ്ങനെ ഒരു പനി വരുന്നു, ഫീവർ വരുന്നു, അല്ലെങ്കിൽ അന്ന് വൈകുന്നേരം നിങ്ങൾക്ക് ചെറിയ ടെമ്പറേച്ചറൊക്കെ വരുന്നു, നിങ്ങൾക്ക് ഒരു വീക്ക്നെസ് വരുന്നു, നിങ്ങൾക്ക് എന്താ പറയുക വായിന് എന്താ പറയുക ടേസ്റ്റ് ഇല്ലാത്തൊരവസ്ഥ വരുന്നു. അങ്ങനെ നിദാനം എന്താണ് ആ അസുഖത്തിൻ്റെ? നിങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ച ബിരിയാണി, ജിലേബി, ലഡു അല്ലെങ്കിൽ എക്സസ് ആയിട്ട് നിങ്ങൾ എന്താണോ മീൻസ് കൂടുതലായിട്ട് കഴിച്ചത്, അല്ലെങ്കിൽ എക്സസ് ആയിട്ട് കഴിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് പനി വന്നത്. അതാണ് അതിന്റെ നിദാനം, പൂർവ്വരൂപം എന്ന് നിദാനം അല്ലെങ്കിൽ പോസിറ്റീവ് ഫാക്ടർ എന്ന് പറയാം. അതായത് COVID-19 എന്ന് പറയുന്ന അസുഖത്തിൽ പോസിറ്റീവ് ഫാക്ടർ എന്താണ്? കൊറോണ വൈറസ് ആണ്. ദെൻ പ്രാരൂപം, ദാറ്റ് ഈസ് പൂർവ്വരൂപം, രോഗം ഉണ്ടാകുന്നതിന് മുമ്പുള്ള അവസ്ഥ, പൂർവ്വരൂപം. ഇപ്പൊ COVID-19 കൊറോണ വൈറസ് നമുക്ക് കോൺടാക്ട് ചെയ്തു, ഒരു 3-4 ദിവസം നമ്മൾ കഴിഞ്ഞിട്ട് നമുക്ക് ചെറുതായിട്ട് തൊണ്ടവേദന വരുന്നു, ചെറുതായിട്ട് നമുക്ക് എന്താ പറയാ ചെറുതായിട്ട് പനി പോലെ ഫീവർ ഷൂട്ട്, ചെറുതായിട്ട് അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടാണ് നമുക്ക് ഒരു ഫാറ്റീഗ്നെസ് അല്ലെങ്കിൽ ഒരു ബോഡി പെയിൻ ഒക്കെ വരുന്നത്. അതാണ് പൂർവ്വരൂപം, പ്രൊഡോമിനന്റ് സിംറ്റം. അല്ലെങ്കിൽ പിന്നെ ലക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംറ്റംസ്, എക്സാക്ട് സിംറ്റംസ്. COVID-19 വന്നു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് സ്മെൽ ഉണ്ടാകത്തില്ല, ഹൈ ഫീവർ, ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, ഡയറിയ എന്നുള്ളതാണ് സിംറ്റംസ്. ഉപശമനം ട്രയൽ മെഡിക്കേഷൻ ആണ്. നമ്മൾ ചില എന്താ പറയാ COVID-19 വന്നു, അപ്പൊ നമുക്ക് ഒരു 4 ദിവസം എടുത്തു. 4 ദിവസം എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്കൊരു COVID-19 എന്ന് പറഞ്ഞ ഒരു നമ്മളെന്താ പറയാ നമ്മളൊരു സോഷ്യൽ ഗ്യാതറിംഗിൽ പോയി, ഒരു വലിയ ക്രൗഡുള്ള സ്ഥലത്ത് പോയി. ആ കഴിഞ്ഞ ശേഷം 4 ദിവസം കഴിഞ്ഞ സമയത്ത് നമുക്ക് 4-5 ദിവസം നമുക്ക് ചെറുതായിട്ട് എന്താ പറയാ തൊണ്ടവേദന വന്നു, ചെറുതായിട്ട് നമുക്ക് ബോഡി പെയിൻ. അപ്പൊ എന്താ? പൂർവ്വരൂപം വന്നു. ദെൻ ലക്ഷണം ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് പൂർവ്വരൂപം വന്നിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് നല്ല പനി വന്നു, സ്മെല്ല് പോയി, നമുക്ക് എന്താ പറയുക നമുക്ക് തൊണ്ടവേദന വന്നു, പിന്നെ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഇതൊക്കെ വന്നു. അപ്പൊ തന്നെ നമ്മൾ വിചാരിക്കുക ഒരു ബുദ്ധിയില്ലാത്ത ഒരാൾ, അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ സോക്കോൾഡായിട്ട് ചെയ്യുന്ന കാര്യം എന്താണ്? നമ്മൾ ഹോസ്പിറ്റലിൽ പോയില്ല, കോവിഡ് അല്ലേ, ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നം എന്നൊക്കെ വിചാരിച്ചത് നമ്മുടെ വീട്ടിൽ ക്വാറന്റൈൻ എടുക്കുന്നുള്ള മണ്ടത്തരമായിട്ടുള്ള കൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ എന്താക്കും? ചിലപ്പോൾ വേണമെങ്കിൽ നമ്മൾ പാരസെറ്റമോൾ കഴിക്കും. പാരസെറ്റമോൾ കഴിച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കുറയണം. പാരസെറ്റമോൾ കഴിച്ച് രാവിലെ ഉച്ചക്കും വൈകുന്നേരം പാരസെറ്റമോൾ കഴിച്ചു, ഒരു ട്രയൽ മെഡിക്കേഷൻ കഴിച്ചു, പനിയൊന്നും കുറയുന്നില്ല, ആ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഒക്കെ ഉണ്ട്. അതാണ് നമ്മൾ ട്രയൽ മെഡിക്കേഷൻ. നമ്മൾ ചുമ്മാ ഒരു മെഡിസിൻ കഴിച്ചു നോക്കും, ഇത് കുറയുന്നുണ്ടോ ഇത് കൂടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കും. ഫോർ ദ ടൈം ബീങ് ഇത് ട്രയൽ മെഡിക്കേഷൻ എന്ന് പറഞ്ഞത്. പക്ഷേ ട്രയൽ മെഡിക്കേഷൻ എപ്പോൾ ട്രീറ്റ്മെന്റ് അല്ല, നമ്മൾ ട്രയൽ ചെയ്തൊക്കെയാണ് ഇത് പഠിക്കുമോ ഇല്ലയോ എന്ന്. സോ COVID-19 നിന്ന് ഒരിക്കലും നമ്മൾ ആ പ്രോട്ടോകോൾ ചെയ്യാൻ പാടില്ല. നമ്മൾ ഇങ്ങനെ സിംറ്റംസ് ഒന്നും നമ്മൾക്ക് പാരസെറ്റമോൾ ഒന്നും കഴിച്ചിരിക്കാൻ പാടില്ല. വി ഹാവ് ടു acknowledge, we have to inform the health department. നമ്മൾ health department inform ചെയ്യണം. we need to do the test, we need to do the corona test, COVID-19 test, and we have to rule out whether we have COVID positive or COVID negative. So അതിനുശേഷം ആപ്തി means that is ആപ്തിയുടെ വേറൊരു സിനോണിം ആണ് സംപ്രാപ്തി, or it is known as pathogenesis. എങ്ങനെയാണ് അസുഖം ഉണ്ടാകുന്നത്? നമ്മൾ ബിരിയാണി കഴിച്ചു, അല്ലെങ്കിൽ ലഡു കഴിച്ച്, ജിലേബി കഴിച്ച്, ഉച്ചക്ക് ഉറങ്ങി, അതിനുശേഷം എങ്ങനെ ഫീവർ ഉണ്ടാകുന്നു? അതിനൊരു പ്രോസസ്സ് ഉണ്ടാവും. ഈ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഭക്ഷണം ഹെവി ആയിട്ട് അബ്ഡോമനിൽ പോയി, അബ്ഡോമനിലെ അഗ്നിയെ ഡൈജസ്റ്റീവ് ഫയറിനെ എഫക്ട് ചെയ്തു, ഡൈജസ്റ്റീവ് ഫയർ വീക്കായി, ആ സമയത്ത് ഫസ്റ്റ് ധാതുവായിട്ടുള്ള രസധാതുവിനെ എഫക്ട് ചെയ്തു. അങ്ങനെ ഒരു പാത്തോജെനിസിസ് ആണ്. അല്ലെങ്കിൽ COVID-19 കൊറോണ വൈറസ് വരുന്നു. കൊറോണ വൈറസ് വന്നതിന് ശേഷം മൂക്കിലേക്ക് കൂടിയോ അല്ലെങ്കിൽ കണ്ണിലേക്ക് കൂടിയോ കയറി അത് ത്രോട്ടിലെത്തി, ത്രോട്ടുന്നത് ചെസ്റ്റിലേക്ക് പോയി, ചെസ്റ്റിൽ മൾട്ടിപ്ലൈ ചെയ്തത് ബാക്കി ബോഡിയുടെ എല്ലാ പാർട്ടിലേക്കും എത്തി. അങ്ങനെയൊക്കെ നമുക്ക് അതിന്റെ മ്യൂട്ടേഷൻ, അതാണ് പാത്തോജെനിസിസ് എന്ന് പറയുന്നത്. എങ്ങനെ അസുഖം ഉണ്ടാകുന്നു, എങ്ങനെ ഈ ഒരു നിദാനം തൊട്ടിട്ട് ഇങ്ങനെയുള്ള കണക്ഷൻ, പാത്തോജെനിസിസ് എങ്ങനെയാണ് അസുഖം ഉണ്ടാകുന്നത്, അതിന്റെ സ്ട്രക്ചർ, അസുഖം എങ്ങനെയൊക്കെ, അതിന്റെ ഒരു പോസിറ്റീവ് ഫാക്ടർ തൊട്ടിട്ട് അത് ഡിസീസ് ഫോം ചെയ്യുന്നതിനുള്ള അതിന്റെ ഒരു എന്താ പറയാ അതിന്റെ ഒരു സ്ട്രക്ചർ, അതിന്റെ കണക്ഷൻ, അതിനാണ് നമ്മൾ പാത്തോജെനിസിസ് എന്ന് പറയാം. സോ ബേസിക്കലി ഈ 2 സാധനങ്ങളും, അതായത് പരീക്ഷണമാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന് രോഗി പരീക്ഷണം, ഒന്ന് രോഗത്തിന് ഇങ്ങനെയൊക്കെ നമുക്ക് എക്സാമിൻ ചെയ്യാം, രോഗിയെ നമുക്ക് ഇങ്ങനെയൊക്കെ എക്സാമിൻ ചെയ്യാം. ചരകസംഹിത സൂത്രസ്ഥാനം 10ാം ചാപ്റ്ററിൽ മഹാചതുഷ്പാദ അധ്യായം എന്ന് പറഞ്ഞ അധ്യായത്തിൽ പറഞ്ഞ് പരീക്ഷകാരനോ ഹി കുശലാ ഭവന്തി, ഇത് നമ്മൾ ചെറുപ്പം തൊട്ട് നമ്മൾ സ്കൂളിൽ കേൾക്കുന്ന കാര്യം തന്നെയാണിത്. പക്ഷെ ചരകസംഹിതയിൽ മഹാചതുഷ്പാധ്യായത്തിൽ ഇങ്ങനെ ഒരു ടേംസ് അല്ലെ കൊട്ടേഷൻ പാർട്ടുണ്ട്. ഈ ഒരു സാധനം മിക്കവാറും എല്ലാത്തിനെയും നമ്മൾ കൊട്ടേഷനൊക്കെ ഇപ്പം
ഇന്ത്യൻ എന്താ പറയുക പീനൽ കോഡിൽ സത്യമേവ ജയതേ നമുക്കൊരു കൊട്ടേഷൻ കാണാറില്ലേ? അതുപോലെ തന്നെ പലതിനും താഴെ നമുക്ക് ഒരു ഇത് കാണാറില്ലേ, ഒരു ക്യാച്ചി വേർഡ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക എന്താ പറയുക മൃദുഹസ്തേ ദൃഢകൃത്യ എന്നൊക്കെ പറഞ്ഞ മൃദുഭാവേ ദൃഢകൃത്യ അങ്ങനെയല്ലേ കേരള പോലീസിന്റെ. അതുപോലെ ഒരു ചെറിയൊരു കൊട്ടേഷൻ പോലെ നമുക്ക് ഈ ഒരു സാധനം എപ്പോഴും എവിടെയും കാണാം, നമുക്ക് പല സ്ഥലത്തും നോക്കി. പരീക്ഷകാരനോ ഹി കുശലവന്തി. പരീക്ഷകാരൻ വെച്ചാൽ എക്സാമിൻ പ്രാക്ടീസ് ഒരർത്ഥം. ഹി കുശല ഭവന്തി. കുശല മീൻസ് എക്സ്പേർട്ട്. കുശല ഭവന്തി. പരീക്ഷ എക്സാമിൻ ചെയ്യുന്നവനെയാണ്, പ്രാക്ടീസ് ചെയ്യുന്നവനാണ് എപ്പോഴും എക്സ്പേർട്ട് ആയിട്ടുള്ളൂ. നിങ്ങൾ ഒരു ഡോക്ടർ എപ്പോഴും നല്ല ഡോക്ടർ ആവുക, പുതിയ പുതിയ അസുഖങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക, പുതിയ പുതിയ അസുഖങ്ങൾ എക്സാമിൻ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ ആ പേഷ്യന്റ് പുതിയ രീതിയിൽ എക്സാമിൻ ചെയ്യുക, നിരന്തരമായിട്ട് എക്സാമിൻ ചെയ്യുക, നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മളെങ്ങനെയാണ്, നമ്മൾ ഒരു പേഷ്യന്റ് നോക്കിയിട്ട് നല്ല ഡോക്ടർ ആണെന്നില്ല, നമ്മൾ ഒരുപാട് പേഷ്യന്റ് എക്സ്പീരിയൻസ് ചെയ്യുക. അതുപോലെ നമ്മൾ ഒരുപാട് പേഷ്യൻസിന് എങ്ങനെയാണ് നമ്മൾ എക്സ്പീരിയൻസ്, ഒരുപാട് പേഷ്യൻസിന് ഒരുപാട് ഡിസീസ് വരുന്ന സമയത്ത് പല രീതിയിൽ നമ്മൾ അതിനെ എക്സാമിൻ ചെയ്യും. പനി വരുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ എക്സാമിൻ ചെയ്യുക, ഡയറി വന്നതാണ്. സോ അങ്ങനെ നമ്മൾ വീണ്ടും എക്സാമിൻ ചെയ്യും. അല്ലെങ്കിൽ നമ്മളൊരു ക്രാഫ്റ്റ് ഉണ്ടാക്കുന്നു, നിങ്ങളിപ്പോൾ 2 ദിവസം മുമ്പ് നിങ്ങൾ ക്രാഫ്റ്റ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തല്ലോ, ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കും, നമ്മൾ ഒരു ചട്ടി ഉണ്ടാക്കും, ഒരു മൺകലുണ്ടോ, അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയ ശേഷം നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആകത്തുള്ളൂ. എക്സ്പീരിയൻസ് നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു. നമ്മൾ ഒരു ദിവസം ഒരു ചട്ടി ഉണ്ടാക്കാൻ നോക്കി, നമുക്ക് എങ്ങനെ ചിലപ്പോൾ ശരിയാകും, ചിലപ്പോൾ ശരിയായിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മൾ ദിവസവും അത് പ്രാക്ടീസ് ചെയ്ത് അത് പെർഫെക്റ്റ് ആയി വരും. സോ അതാണ് ഡെയിലി പ്രാക്ടീസ് ഓർ ഡെയിലി എക്സാമിൻ ഓർ കണ്ടിന്യൂസ് എക്സാമിനേഷൻ, കണ്ടിന്യൂസ് പ്രാക്ടീസ് വിൽ മേക്ക് യു എക്സ്പേർട്ട് എന്നാണ് ഇതിന്റെ മീനിങ്. സോ ഇവിടെ ഔഷധം എന്നാണിത്. ഔഷധത്തിന് 2 ഫുൾ സ്റ്റോപ്പ് ആണ്, ഇങ്ങനെ വരയിട്ടിട്ട് 2 ഫുൾ സ്റ്റോപ്പ് ഇട്ടാണ് സ്ഥലമില്ലാത്തതുകൊണ്ട്. സോ രോഗമാതോ പരീക്ഷ തദ് അനന്തരം ഔഷധം. രോഗമാതോ പരീക്ഷ തദ് അനന്തരം ഔഷധം. This is the most relevant quotation in the Charaka Samhita Sutrasthana 20 chapter. Charaka Samhita 20th Sutrasthana 20th chapter പറഞ്ഞ ഒരു quotation. This is the most relevant, contemporary relevant ശ്ലോക. ഇന്നത്തെ കാലഘട്ടത്തിൽ മെഡിക്കൽ സിസ്റ്റത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശ്ലോകമാണ്. ഇതിന്റെ ഒരു മീനിങ് ഞാൻ പറയണം. രോഗമാതോ പരീക്ഷ. ആദ്യം ഒരു പേഷ്യന്റ് വന്ന രോഗത്തിനെയാണ്. രോഗമാതോ പരീക്ഷ. You need to examine the what is his disease. ആ ഡിസീസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾ അസുഖം അല്ലെങ്കിൽ നിങ്ങൾ എക്സാമിൻ ചെയ്യേണ്ടത്. Then തത് അനന്തരം, അനന്തരം മീൻസ് നെക്സ്റ്റ്, അതിന് ശേഷം മാത്രമേ നിങ്ങൾ ഔഷധം കൊടുക്കാൻ പാടുള്ളൂ, മെഡിസിൻസ് എഴുതാൻ പാടുള്ളൂ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി റൈറ്റ് നൗ വാട്ട് ഈസ് ഹാപ്പനിങ് മീൻസ് പേഷ്യന്റ് ഈസ് സിംപ്ലി കമ്മിങ്, യു ഡോണ്ട് വാണ്ട് ടു ഹിയർ ദ വാട്ട് എക്സാക്ട്ലി കംപ്ലൈന്റ്, വാട്ട് എക്സാക്ട്ലി ദിസ് തിങ്സ്. ബിക്കോസ് നമ്മൾ നേരത്തെ പഠിച്ചു രോഗി എങ്ങനെയൊക്കെയാണ് നമ്മൾ എക്സാമിൻ ചെയ്യേണ്ടത്. ദർശന സ്പർശന പ്രശ്നം കണ്ടപ്പോൾ തന്നെ നമ്മൾ വിചാരിക്കുന്നു പനിയാന്ന്, ചിലപ്പോൾ ചോദിക്കുന്ന പേഷ്യന്റ് പറഞ്ഞു പനിയാന്ന് വിചാരിക്കുന്നു. ബാക്കി അപ്പോഴത്തേക്കും നമ്മൾ പാരസെറ്റമോൾ, ഒരു എന്താ പറയുക മോഡേൺ മെഡിസിനാണ് പാരസെറ്റമോൾ, ഒരു ആന്റിബയോട്ടിക് എഴുതുന്നു. ആയുർവേദത്തിലെങ്ങനെ പേഷ്യന്റ് പറയുന്നത് എനിക്ക് പനിയാണെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അമൃതോത്തരം കഷായം, അമൃതാരിഷ്ടോ അല്ലെങ്കിൽ വെട്ടുമാരനോ സോക്കോൾഡ് ഏത് മെഡിസിൻസ് കൊടുക്കുന്നു. പക്ഷേ യു ആർ നോട്ട് സപ്പോസ് ടു ഹിയർ വാട്ട് ദ എക്സാക്ട് ഡിസീസ്, യു ആർ നോട്ട് സപ്പോസ് ടു എക്സാമിൻ വാട്ട് ദ എക്സാക്ട് ഡിസീസ് ഈസ്. അത് നിങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്നത്. ബട്ട് exactly നമ്മൾ first we need to examine yoga disease. First we need to examine the patient thoroughly, then only we need to write medicines, then only it will be successful. Maybe a trial and error പോലെ ആയിരിക്കും. നിങ്ങൾ പേഷ്യന്റ് വരുന്ന പനി എന്ന് പറയുമ്പോൾ നിങ്ങൾ ചുമ്മാ കൊടുക്കുന്നു. ചിലപ്പോൾ പേഷ്യന്റ് കോവിഡ് ആണെങ്കിൽ നിങ്ങൾ അങ്ങനെയല്ല ട്രീറ്റ് ചെയ്യേണ്ടത്, അതിന് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആയിട്ടൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതാണ്. സോ വെറുതെ ഒരു എന്താ പറയുക ഒരു പനി പോകുന്ന ഒരു മെഡിസിൻ കൊടുത്തിട്ട് COVID-19 വിൽ നോട്ട് ക്യൂർ. അതിന് അതിൻ്റെതായ ഒരു വേ ഓഫ് മെത്തേഡ്സ് ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ ചികിത്സിക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ ഇത്രയാണ് പരീക്ഷയുടെ അല്ലെങ്കിൽ പരീക്ഷയുടെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഇത്രയാണ് പഠിച്ചത്. പ്രമാണത്തിന്റെ ഇമ്പോർട്ടൻസ്, പരീക്ഷ പ്രമാണം വണ്ണമത്തെ സെയിം ഓൺലി സിനോണിം ഓൺലി. ബട്ട് ഞാൻ പറഞ്ഞു ഇന്ത്യൻ ഫിലോസഫിയിലേക്ക് വരുന്ന സമയത്ത് ദേ യൂസ് ടു പ്രമാണ. ബട്ട് മെഡിക്കൽ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ പരീക്ഷ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നോളജിന്റെ വയസ്സ്, നമ്മൾ ടു ഗെറ്റ് ദ നോളജ് വരുന്ന സമയത്ത് നമ്മൾ പ്രമാണം എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ സിസ്റ്റം ആപ്ലിക്കേഷൻ പ്രാക്ടിക്കൽ ആയിട്ട് ലെവൽ വരുമ്പോൾ പരീക്ഷ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നു. മെഡിക്കൽ സിസ്റ്റം എന്താണ്? പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആണ്.
നോളജ് എന്താ, വർക്കിംഗ് സിസ്റ്റം എന്താ, ഗെറ്റിംഗ് നോളജ് ഇസ് തിയറിറ്റിക്കൽ. തിയറിറ്റിക്കലി വരുമ്പോൾ പ്രമാണം എന്ന് പറയുന്നു, പ്രാക്ടിക്കലായിട്ട് വരും പരീക്ഷ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. So, ദ്വിവിധമേവ ഖലു സർവം സത് അസത്. സത് അസത് എന്നാണ് നമ്മൾ വായിക്കുന്നത്. സച്ച അസച്ച, രണ്ട് ച ആണ് എഴുതുന്നത്, സച്ച അസച്ച, ബട്ട് സത് അസത്. ദ്വിവിധമേവ ഖലു സർവം സത് അസത്. തസ്യ ചതുർവിധ പരീക്ഷ പ്രത്യക്ഷം അനുമാനം ആപ്തദശം യുക്തിച്ച. യുക്തിച്ച ആപ്തദശം യുക്തിച്ച ഇതി. യുക്തിച്ച ഇതി എന്നാണ് കൂട്ടിയിട്ടാണ് നമ്മൾ ശ്ലോകത്തിലുള്ളത്. ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത് സ്ഥലമില്ലാത്തതുകൊണ്ട് ദ്വിവിധമേവ ഖലു സർവം സത് അസത്. തസ്യ ചതുർവിധ പരീക്ഷ പ്രത്യക്ഷം അനുമാനം ആപ്തോപദേശം. ദേശം ആപ്തോ ഉപദേശം, മേലെ ഒരു കുത്തുണ്ട്, ആപ്തോപദേശം യുക്തി ച ഇതി. യുക്തി ച ഇതി. ശരിക്കത് ഒരു ലൈനായിട്ട് നമ്മൾ യുക്തിശ്ച ഇതി എഴുതും, പക്ഷെ സ്പ്ലിറ്റ് ചെയ്ത് ഞാൻ യുക്തി ച ഇതി. സോ ഇതൊരു പ്രമാണത്തിലേക്ക് വരുന്ന സമയത്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് ഓഫ് പ്രമാണ. ദ്വിവിധമേവ ഖലു സർവം. ദ്വിവിധ മീൻസ് വാട്ട്? ടു. ദ്വിവിധ ടു. ഖലു സർവം, ഈ ലോകം, ഖലു ഈ വേൾഡ്, ഈ യൂണിവേഴ്സിൽ നമുക്ക് ബ്രോഡ്ലി ക്ലാസിഫൈഡ് ടു ടു. നമുക്ക് യൂണിവേഴ്സിനെ ബ്രോഡായിട്ട് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതാണത്? ആ രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് സത് ആൻഡ് അസത്. സത് മീൻസ് ടു ബി ഹാവിംഗ് ലൈഫ് ആൻഡ് വിത്തൗട്ട് ലൈഫ്. Those who are having or those who have life or those who have not life. എന്തിനാണോ ജീവനുള്ളത് അല്ലെങ്കിൽ ജീവനില്ലാത്തത്. സത് ആൻഡ് അസത്. സത് മീൻസ് ലൈഫ് ഉള്ളത്, ലൈഫ് ഇല്ലാത്തത്. അങ്ങനെ നമുക്ക് യൂണിവേഴ്സിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് രണ്ടായിട്ട്, ദ്വിവിധം ടു ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് സത് ആൻഡ് അസത്. സച്ച അസച്ച എന്ന് വായിക്കാൻ പാടില്ല, സത് ആൻഡ് അസത്. സോ അതിനെ തസ്യ ചതുർവിധ പരീക്ഷ, ഈ യൂണിവേഴ്സിലെ എല്ലാ കാര്യങ്ങളെയും അല്ലെങ്കിൽ യൂണിവേഴ്സിൽ നമ്മൾ ബ്രോഡായിട്ട് വി ക്യാൻ ഡിവൈഡ് ഇൻ ടു സത് ആൻഡ് അസത്. ദോസ് ഹു ഹാവ് ദ ലൈഫ് ആൻഡ് ദോസ് ഹു ഹാവ് നോട്ട് ദ ലൈഫ്. ആ ഒരു സാധനത്തിനെ നമ്മൾ പഠിക്കാൻ നമുക്ക് 4 പരീക്ഷകളുണ്ട് അല്ലെങ്കിൽ 4 ടൂൾ ഉണ്ട്. സോ ബേസിക്കലി പറഞ്ഞാൽ നമുക്ക് യൂണിവേഴ്സിനെ പഠിക്കാൻ there are mainly 4 tools, 4 instruments or 4 means, 4 method. അതാണ് പ്രത്യക്ഷം. ദാറ്റ് മീൻസ് പെർസെപ്ഷൻ, ഡയറക്റ്റ് പെർസെപ്ഷൻ. അനുമാനം, ഇൻഫറൻസ്. ആപ്തോപദേശ മീൻസ് ആ ടെസ്റ്റിമോണി, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മളെ പൂർവികന്മാർ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ റൈറ്റ് വേർഡ്, നമുക്ക് ആപ്തോപദേശ, ആപ്തന്മാർ, ട്രൂ ആയിട്ടുള്ള ഒരാൾ പറഞ്ഞ വാക്കുകൾ. ദെൻ യുക്തി. യുക്തി മീൻസ് നമ്മളെ എന്താ പറയുക റാഷണൽ ആപ്ലിക്കേഷൻ. നമ്മളെ യുക്തി ഉപയോഗിച്ചിട്ട് നമ്മളതിനെ, ഇതൊക്കെ നമ്മൾ ഇപ്പൊ നിങ്ങൾ ഒന്നും ഇത് കേട്ടിട്ട് ടെൻഷൻ വേണ്ട. ഈ സാധനങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ആപ്തോപദേശം പഠിക്കും, അതിനടുത്ത ശേഷം പ്രത്യക്ഷം പഠിക്കും, അനുമാനം പഠിക്കും, യുക്തി പഠിക്കും, എല്ലാം നമ്മൾ ഫ്യൂച്ചർ കമ്മിങ് ക്ലാസ്സസിൽ പഠിക്കുകയാണ്. സോ നിങ്ങൾ ഇപ്പൊ ഇത്ര ഫോർ ദ ടൈം ബി നിങ്ങൾ ഇത്ര പഠിച്ചായി. In the universe we can classify into 2, that is Sat and Asat. For understanding the Sat and Asat, or for understanding the universe, we are having a 4 pariksha, or we are having a 4 pramana, or we are having a 4 means, or we are having a 4 instrument, that is Pratyaksha, Anumana, Aptodesha, Yukti. So this is the utility of pramana.
നമുക്ക് യൂണിവേഴ്സിനെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മുടെ പ്രമാണം എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ ഇതൊരു യൂണിവേഴ്സിനെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്, മീൻസ് നമുക്കൊരു യൂണിവേഴ്സ് തിയറിറ്റിക്കൽ ആയിട്ട് ഒരു നോളജ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പ്രാക്ടിക്കലായിട്ട് നമുക്ക് കിട്ടും, പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ നമുക്കൊരു മെഡിക്കൽ സിസ്റ്റം അല്ലാതെ അല്ലെങ്കിൽ നമുക്കൊരു നോളജ് കിട്ടാൻ വേണ്ടി യൂണിവേഴ്സിൽ ഒരു നോളജ് കിട്ടാൻ വേണ്ടി നമുക്ക് ഈ ഒരു കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാം. സോ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ദ്വിവിധമേവ കലു സർവം ദ്വിവിധമേവ കലു സർവം സത് അസത്ത് എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു. അത് ചരക സൂത്രം 11ാമത്തെ ചാപ്റ്റർ, ഞാൻ താഴെ എഴുതിയിരുന്നു ചരക സംഹിത സൂത്രസ്ഥാനം 11ാമത്തെ ചാപ്റ്ററിലെ റെഫറൻസ് ആയിരുന്നു. ഇനി ചരക സംഹിത വിമാനസ്ഥാനം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ചരക സംഹിതയിൽ എത്ര സ്ഥാനങ്ങളുണ്ട്? 8 സ്ഥാനങ്ങളുണ്ട്. സൂത്രസ്ഥാനം, ശൈര്യസ്ഥാനം, നിദാനസ്ഥാനം, വിമാനസ്ഥാനം, ചികിത്സാസ്ഥാനം, ഇന്ദ്രിയസ്ഥാനം, സിദ്ധിസ്ഥാനം, കൽപ്പസ്ഥാനം, 8 സ്ഥാനങ്ങളുണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. ഒരു സ്ഥാനമാണ് വിമാനസ്ഥാനം. ആ വിമാനസ്ഥാനത്തില് 4ാമത്തെ ചാപ്റ്ററിൽ ത്രിവിധ രോഗ വിശേഷ വിജ്ഞാനി എന്ന് പറയുന്ന അധ്യായം, അത് നിങ്ങളിപ്പോ അറിയേണ്ട ആവശ്യമില്ല. അത് രോഗത്തിനെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, രോഗത്തിനെ എങ്ങനെ നമ്മൾ യൂണിവേഴ്സിനെ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് 4 മെത്തേഡ്സ് പറഞ്ഞിരിക്കുന്നത്. 4 മെത്തേഡ്സ് ഫോർ മീൻസ് ടു അറ്റൈൻ നോളജ് ഓർ ഫോർ മെത്തേഡ് ഫോർ ഇൻസ്ട്രുമെന്റ് ടു അറ്റൈൻ നോളജ്. യൂണിവേഴ്സിനെ കുറിച്ചിട്ട് അറിയാനുള്ള മെത്തേഡ്, നോളജ്, ടൂളാണ് നമ്മൾ നേരത്തെ പഠിച്ച 4 എണ്ണം. സോ ഇവിടെ പറഞ്ഞ ത്രിവിധേ തസ്മിൻ ജ്ഞാന സമുദയ പൂർവം ആപ്തോപദേശ ജ്ഞാനം, ത്രിവിധേ തസ്മിൻ ജ്ഞാന സമുദയ പൂർവം ആപ്തോപദേശ ജ്ഞാനം തതഃ പ്രത്യക്ഷ അനുമാനാഭ്യം പരീക്ഷ ഉപപദ്ധ്യതേ. തതഃ പ്രത്യക്ഷ അനുമാനാഭ്യം പരീക്ഷ ഉപപദ്ധ്യതേ. ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങൾ പരീക്ഷ ഉപപദ്ധ്യതേ. സോ ത്രിവിധേ തസ്മിൻ ജ്ഞാന ശബ്ദേ പൂർവം, ഇവിടെ സ്പ്ലിറ്റ് ചെയ്യണം, പൂർവം ആപ്തോപദേശ ജ്ഞാനം. സോ ത്രിവിധേ തസ്മിൻ ജ്ഞാന സമുദേ പൂർവം ആപ്ത ഉപദേശം. ഞാനിത് ആദ്യത്തെ ശ്ലോകം നിങ്ങൾ നോക്കി എഴുതണം. സ്പ്ലിറ്റ് ചെയ്ത പോലെ എഴുതരുത്, പക്ഷെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത പോലെ നിങ്ങൾക്ക് എഴുതുന്നത്. പൂർവം. സോ ഇവിടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം, പൂർവം ആപ്ത ഉപദേശ ജ്ഞാനം, then തതഃ പ്രത്യക്ഷ അനുമാനാഭ്യം പരീക്ഷ. ഇവിടെ നമ്മളൊരു സ്പ്ലിറ്റ് വേണം, പരീക്ഷ, ഇങ്ങനെ പരീക്ഷ ഉപപദ്ധ്യതേ. ഇവിടെ ഇങ്ങനെ ഒരു കോമ പോലെ നമ്മൾ വേണം, നമ്മൾ വായിക്കുന്ന സമയത്ത് സ്പ്ലിറ്റ് ചെയ്ത് വേണം നമ്മൾ വായിക്കാൻ. സോ ഇതിന്റെ അർത്ഥം ത്രിവിധേ തസ്മിൻ ജ്ഞാന സമുദേ, ഒരു രോഗത്തെ മനസ്സിലാക്കാൻ, ഒരു ഡിസീസിനെ മനസ്സിലാക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു ദർശന സ്പർശന പ്രശ്നം നിങ്ങളടുത്ത് പറഞ്ഞു. അതുപോലെ ഒരു അസുഖത്തിനെ മനസ്സിലാക്കാൻ ഒരു 3 മെത്തേഡ്സ് ആണ്. ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് നമുക്ക് അസുഖത്തിനെ മനസ്സിലാക്കാൻ. ഒരു ദർശന സ്പർശന പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ വേറൊരു മെത്തേഡാണ് നമുക്കൊരു അസുഖത്തിന് മനസ്സിലാക്കാൻ പ്രത്യക്ഷം, അനുമാനം, ആപ്തോപദേശം. വേറൊരു മെത്തേഡാണ് പ്രത്യക്ഷ, അനുമാന, ആപ്തോപദേശം. സോ നിങ്ങൾ ഇത് എഴുതിയെന്ന് വിചാരിക്കുന്നു. സോ നേരത്തെ നമ്മൾ ദർശന സ്പർശന പ്രശ്നം എന്ന് പറഞ്ഞിട്ട് 3 മെത്തേഡ് പഠിച്ചു രോഗിയെ മനസ്സിലാക്കാൻ വേണ്ടി. അതുപോലെ വേറൊരു മെത്തേഡാണ് രോഗത്തിനെ മനസ്സിലാക്കാൻ വേണ്ടി, രോഗിയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 3 പ്രത്യക്ഷ, അനുമാന, ആപ്തോപദേശ. അപ്പൊ നേരത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ത്രിവിധേ തസ്മിൻ ജ്ഞാന സമുദയ പൂർവം ആപ്തോപദേശ ജ്ഞാനം.
ഇങ്ങനെയുള്ള 3 മെത്തേഡ്സ് ഉണ്ട് അസുഖത്തിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ആ അസുഖത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ ആദ്യം ഉള്ളത് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞിട്ട് ആപ്തോപദേശം എന്ന് ആചാര്യ പറയുന്നു. ആപ്തോപദേശ. സോ 3 മെത്തേഡ്സ് ഉണ്ട് രോഗത്തെ മനസ്സിലാക്കാൻ. ആ 3 മെത്തേഡിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആപ്തോപദേശമാണെന്ന് പറഞ്ഞു. അതിനുശേഷം പ്രത്യക്ഷവും അനുമാനം എന്നാണ് ആചാര്യം പറയുന്നത്. എന്തുകൊണ്ടാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ളത് നമുക്ക് ആപ്തോപദേശം പഠിക്കുന്ന ഫ്യൂച്ചർ ക്ലാസ്സസിൽ പഠിക്കാം. സോ ഇപ്പോഴത്തെ ഫോർ ദ ടൈം ബി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ യൂട്ടിലിറ്റി എന്ന് പറയും. യൂട്ടിലിറ്റി ഓഫ് പ്രമാണ പരീക്ഷ ഇൻ ആയുർവേദ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക. If you want to know, we want to know the universe. Universe can be divided into two, that is Sat and Asat. For understanding Sat and Asat, or for understanding the universe, we are having 4 tools. That is Pratyaksha, Anumana, Aptodesha and Yukti. And for getting knowledge about yoga, we are having 3 methods or 3 instruments, that is Pratyaksha, Anumana, Aptodesha. Among these 3, Aptodesha is very important. So this is regarding the utility of പരീക്ഷ. ഇനിയും ഒരുപാട് യൂട്ടിലിറ്റി ഉണ്ട്. ദശവിധ പരീക്ഷകൾ എന്ന് പറഞ്ഞിട്ട് 10 ടൈപ്സ് ഓഫ് പരീക്ഷകളുണ്ട്, 8 ടൈപ്സ് ഓഫ് അഷ്ടസ്ഥാന പരീക്ഷകളുണ്ട്. അതൊക്കെ നമുക്ക് ഫ്യൂച്ചർ ക്ലാസ് നിങ്ങൾ ഫിസിയോളജിയിലൊക്കെ അത് പഠിക്കും. അതിനുശേഷം നമുക്ക് അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ യൂട്ടിലിറ്റിയുടെ കൂടെ എക്സ്ട്രാ നിങ്ങൾ ആഡ് ചെയ്താൽ മതി. കാരണം ഞാനിപ്പോൾ അഷ്ടസ്ഥാന പരീക്ഷ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, അല്ലെങ്കിൽ ദശവിധ പരീക്ഷകൾ ഞാനിപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. സോ ഫോർ ദ ടൈം ബീങ് നിങ്ങൾ ഇത്ര അറിഞ്ഞാൽ മതി. ഇനി ഫ്യൂച്ചർ ക്ലാസ്സസിൽ ഞാൻ തന്നെ എടുക്കാം, അല്ലെങ്കിൽ ഫിസിയോളജിയിലും ഒക്കെ നിങ്ങൾ പഠിക്കും എന്താണ് അഷ്ടസ്ഥാന പരീക്ഷ എന്നൊക്കെ. അതൊക്കെ നിങ്ങൾക്ക് എക്സാം വരുമ്പോൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് പോവാം. ഇനി എങ്ങനെ ഒരു ഡ്രഗിനെ നമുക്കൊരു മെഡിസിനെ ഇതിന്റെ കൂടെ എക്സ്ട്രാ എഴുതാൻ പറ്റുന്ന പരീക്ഷയുടെ ഇമ്പോർട്ടൻറ്റ്. നമുക്കൊരു എത്ര മെഡിസിൻസ് ഉണ്ട് നമ്മുടെ ആയുർവേദത്തിൽ, എത്ര ഡ്രഗുകളുണ്ട്. നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ കുരുമുളക് ഉണ്ട്, നമുക്ക് ഇഞ്ചി ഉണ്ട്. അതൊക്കെ ഇങ്ങനെയാണ് പരീക്ഷ എക്സാമിൻ ചെയ്തിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ അസുഖത്തിന് കൊടുക്കാൻ പറ്റുമോ. ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് പറയാം COVID-19 വേണ്ടി ആയുർവേദം ആയുഷ് 64 എന്ന് പറഞ്ഞ മെഡിസിൻ എഴുതി. അതൊക്കെ 3 മെഡിസിൻസ് ആണല്ലോ. ഇഞ്ചിയും കുരുമുളകും അതുപോലെ തന്നെ ഗുഡൂജിയും അങ്ങനെയുള്ള ഏറ്റവും സിംപ്ലിഫൈ ആയിട്ട് മെഡിസിൻസ് ആണ് അതിനകത്തുള്ളത്. അതെങ്ങനെയാണ് അവർ എക്സാമിൻ ചെയ്തത് COVID-19 ഹെൽപ്ഫുൾ ആണോ എന്നുള്ളത്. അങ്ങനെ അവർ എക്സാമിൻ ചെയ്ത് ടെസ്റ്റ് ചെയ്തതിനു ശേഷമാണ് നമുക്ക് വന്നത്. സോ നമുക്ക് മെഡിക്കൽ ഫീൽഡിൽ എക്സാമിൻ ചെയ്യണമെങ്കിൽ പ്രമാണത്തിന്റെ പരീക്ഷയുടെ ഇമ്പോർട്ടൻസ് ഇങ്ങനെ ഡ്രഗിനെ എക്സാമിൻ ചെയ്യാം, രോഗത്തിനെ എക്സാമിൻ ചെയ്യാം, അവസ്ഥയെ നമുക്ക് എക്സാമിൻ ചെയ്യാം. ഇപ്പൊ വാക്സിൻ ഒരു എക്സാമിനേഷൻ ആയിരുന്നു. വാക്സിൻ നമ്മൾ പരീക്ഷിച്ചിട്ടാണ് ഇത് വാക്സിൻ ഈസ് വെദർ ഇറ്റ്സ് ഗുഡ് ഇൻ COVID-19, ദി സോ കോൾഡ് കോവിഷീൽഡ് ഓർ കോവാക്സിൻ ഓർ Pfizer, Moderna or something, that they have examined, they have clinical trial, or they have examined the patient, then only it find that it is good for, or it kills or cures the COVID-19. So all examination. So idokke ningalku medical field il ezhudam. Three points ningal ezhudam. So this is regarding the today's class. We can discuss further in the class. Thank you.